ഹായ് കൂട്ടുകാരെ, ഇന്ന് പീച്ചിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പീച്ചിൽ. നമ്മുടെ നാട്ടിൽ ഇതിനെ പൊട്ടിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെടി മുളച്ച് വലുതായി വള്ളി വീശുമ്പോൾ തന്നെ പീച്ചിൽ ഉണ്ടായി തുടങ്ങും. പിന്നെ ഇതിന് ഒരു പന്തൽ ഇട്ട് കൊടുക്കണം. ഇത് കോവൽ, പാവക്ക ഒക്കെ പോലെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. നാടൻ പീച്ചിൽ ആണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു പീച്ചിൽ നോക്കി വിത്തിന് വെച്ചാൽ പിന്നീട് നമുക്ക് വിത്ത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഹൈബ്രിഡ് വിത്തുകളേക്കാൾ നാടൻ ആണ് കൃഷി ചെയ്യാൻ ഇഷ്ടം. ഹൈബ്രിഡ് നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ കാശ് കൊടുത്ത് വിത്ത് വാങ്ങേണ്ടി വരും. നാടൻ വിത്തുകൾ ആണ് ഹൈബ്രിഡിനേക്കാൾ രുചിയിൽ ഒരു പടി മുൻപിൽ നിൽക്കുന്നത്. ഇത് നമ്മൾ അടുത്ത വർഷത്തേക്ക് വിത്തിന് വെച്ച പീച്ചിൽ ആണ്. ജൈവ സ്ലറി ആണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അത് ആകുമ്പോൾ ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾക്ക് രുചി കൂടുതലുമായിരിക്കും. ചാണകം, ഗോമൂത്രം, ശീമക്കൊന്നയുടെ ഇല, ഉള്ളിത്തോൽ, പിന്നെ പഴത്തിൻ്റെ തോൽ, ചായപ്പിണ്ടി, മുട്ടത്തോട്, കുറച്ച് കടലക്ക പിണ്ണാക്ക്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി, ഇത്രയും സാധനങ്ങൾ ഒരു ബക്കറ്റിൽ ഇട്ട് വെള്ളമൊഴിച്ച് 3 ദിവസം പുളിപ്പിക്കാൻ വെക്കുക. പിന്നീട് ഒരു കപ്പ് സ്ലറിക്ക് 10 കപ്പ് ശുദ്ധവെള്ളം ഒഴിച്ച് ചെടിയുടെ ചുവടിൽ നിന്നും അല്പം മാറി ഒഴിച്ചു കൊടുക്കുക. ഇത് ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കണം. ഇത് മാത്രം മതി നമ്മുടെ കൃഷി വിജയിപ്പിക്കാൻ. പീച്ചിൽ കൃഷിയിൽ അധികം ബുദ്ധിമുട്ട് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. വിളവ് കൂടുതൽ കിട്ടും. ഒരു അല്പം ശ്രദ്ധ മാത്രം മതി. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പീച്ചിൽ. എല്ലാവരും പീച്ചിൽ ഇന്ന് തന്നെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കൃഷിരീതിയുമായി കാണുന്നതുവരെ ബൈ.